യെശയ്യാവിൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് പറയുന്നത് ഇപ്രകാരമാണ്: അടങ്ങിയിരിക്കാതെ കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ജനത്തിന് അവരുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും അറിയിക്കുക എന്നാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളാലും പ്രവർത്തനത്താലും രൂപീകൃതമായ ക്രൈസ്തവ കൂട്ടം പിന്നീട് അന്ത്യോഖ്യയിൽ വച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. ക്രിസ്ത്യാനികൾ പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ പേരുകളിൽ കൂട്ടം ചേർന്ന് ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുകയും അനുകരിക്കുകയും ചെയ്തു പോന്നു. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ബൈബിളും പാരമ്പര്യമായി ക്രിസ്തുവിൽ നിന്നും അപ്പസ്തോലന്മാരിലൂടെയും പകർന്നു കിട്ടിയ അനുഭവങ്ങളുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ ഉപദേശത്തോടും ചേർന്ന് നിന്നവർ ക്രിസ്തുവിൻ്റെ സഭയായി നിലനിന്നു. അല്ലാത്തവർ എല്ലാം ആ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. ഏതു കാലഘട്ടത്തിലും സത്യസഭ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്നും ജീവിത ശൈലിയിൽ നിന്നും വേർപെട്ട് ലോകത്തോട് ചേർന്ന് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന്. എക്കാലത്തും എല്ലാ സഭകളും വിശ്വാസികളും ശ്രദ്ധിക്കേണ്ടതും ആത്മപരിശോധനയ്ക്ക് സ്വയം വിധേയമാക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇതുതന്നെയാണ്. പെന്തക്കോസ്ത് അനുഭവത്താലും പരിശുദ്ധാത്മാവിനാലും നടത്തപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്ന പെന്തക്കോസ്തുകാരും ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഇതുതന്നെയാണ്. ഈ കൂടിവരവിൻ്റെ അവസരങ്ങളിൽ നമുക്ക് എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നും എങ്ങനെയൊക്കെയാണ് നാം ഒഴുകിപ്പോയതെന്നും ഏതൊക്കെ തിരുത്തലുകളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ഉപദേശത്തിൽ തെറ്റുകൾ പറ്റിയോ? ജീവിത ശൈലി ക്രിസ്തുവിന് ചേർന്നതാണോ? നേതാക്കൾ എങ്ങനെ പോകുന്നു? വിശ്വാസികൾ എങ്ങനെ പോകുന്നു? എവിടെയൊക്കെയാണ് തിരുത്തലുകൾ ആവശ്യം? എങ്ങനെയാണ് നാം മുന്നേറേണ്ടത്? ഇതെല്ലാം ചെറിയ ഗ്രൂപ്പുകളായും സഭകളായും കൂടിയാലോചിച്ച് അധികാരികളിലെത്തിച്ച് തീരുമാനങ്ങളെടുത്ത് റിപ്പോർട്ടുകൾ പാസാക്കി നടപടികളെടുക്കണം. അല്ലാതെ ജനത്തിൻ്റെ പണം പിരിച്ച് ആഘോഷിച്ച് ചിലരൊക്കെ ആളുകളായി അഭിനയിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരികയില്ല. അത്തരം പരിപാടികളെല്ലാം വാസ്തവത്തിൽ നിർത്തേണ്ട സമയമായി. കാരണം ക്രിസ്തുവിൻ്റെ സഭ കർത്താവിൻ്റെ സ്വഭാവവും മഹത്വവും സമൂഹത്തിൽ വെളിപ്പെടുത്തണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് കഴിയുന്നില്ലെങ്കിൽ അവർ അതിൽ നിന്നും മാറി നിൽക്കണം. ഇന്നത്തെ ചില നേതാക്കളുടെ സ്വഭാവം പട്ടി പുല്ലു തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പണ്ടാരോ പറഞ്ഞതിനോട് വളരെ ഒത്തിരിക്കുന്നു. നല്ല ദർശനവും കഴിവും നവീകരണ കാഴ്ചപ്പാടുമുള്ള ആത്മീയരായ യുവതലമുറകൾക്ക് അധികാരം കൈമാറുവാൻ സീനിയർ നേതാക്കൾ തയ്യാറാകണം. സഭയെ ഒരു തൊഴിലുറപ്പ് പ്രസ്ഥാനമായി കാണരുത്. അല്ലെങ്കിൽ സഭയുടെ മുഖച്ഛായ തകരും, വളർച്ച മുരടിക്കും, സഭാപ്രസ്ഥാനങ്ങൾ കാലക്രമേണ തകർന്നു പോകും. സഭ കർത്താവിൻ്റേതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കിടന്ന് ചിലർ തുള്ളിച്ചാടുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം നേതാക്കളോടാണ് നാം പറയുന്നത്, അതൊക്കെ ശരിയാണ്, പക്ഷേ അത് കർത്താവിൻ്റെ ജോലിയാണ്. അത് കർത്താവ് നന്നായിട്ട് തന്നെ ചെയ്തോളും, ഡോണ്ട് വറി. പക്ഷേ അതല്ല പ്രശ്നം. പ്രശ്നം സഭകളിലെ നേതാക്കളിലാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ദൗത്യം ശരിയായി ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നുണ്ടോ? കാലഘട്ടത്തിന് ചേരുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ സഭയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നാം കയ്യഫാവിൻ്റെയോ പീലാത്തോസിൻ്റെയോ യൂദാസിൻ്റെയോ സ്വഭാവമല്ല, മറിച്ച്
ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് എന്നും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലും ശൈലിയിലും നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ സ്ഥലത്തും ജീവിച്ച് സാക്ഷികളായി തീരേണ്ടവരാണ് എന്നും മറന്നുപോകരുത്. ഈ കാര്യത്തിൽ സകല സഭകളിലും വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പൊതുജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തിരുത്തലുകൾ നടത്തി സഭകൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരേണ്ട കാലം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സാധ്യമായി തീരണമെങ്കിൽ ക്രിസ്തുവിന് പ്രയോജനമുള്ള, സഭയ്ക്ക് അഭിമാനമായി തീരുന്ന ആത്മീയരായ അഭിഷിക്തന്മാർ നേതൃനിരയിൽ വരണം, മുൻനിരയിൽ വരണം. സഭയിൽ നുഴഞ്ഞു കയറി സഭയെ നശിപ്പിക്കുന്ന, ജനത്തെ തകർക്കുന്ന, അടിമകളാക്കുന്ന കള്ളന്മാരെയും ഗുണ്ടകളെയും അഭിനയക്കാരെയും ജഡികന്മാരെയുമെല്ലാം ചാട്ടവാറെടുത്ത് അടിച്ച് പുറത്താക്കണം. ഈ വിഷയം വെച്ച് ഉപവാസ പ്രാർത്ഥനകളും വചനപ്രസംഗവും നടത്തിയാൽ ഇത്തരം വിഷസർപ്പങ്ങൾ മാളത്തിൽ നിന്ന് ഗത്യന്തരമില്ലാതെ പുറത്തു ചാടി ഓടും എന്നുള്ളതിൽ സംശയം വേണ്ട. നവീകരണമുണ്ടാകണമെങ്കിൽ ചില വ്യക്തികൾ മുന്നോട്ട് എഴുന്നേറ്റ് വരണം. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം അങ്ങനെ പരിശ്രമിച്ചവരാണ്. ഇന്ന് അത്തരക്കാരില്ല. കേൾവിക്കാർക്ക് കർണരസമായവ മാത്രം പറഞ്ഞ് രസിപ്പിച്ച് കാശും വാങ്ങിപ്പോകുന്ന കൂലിക്കാരായ പ്രസംഗകരെ കൊണ്ട് ഇന്നത്തെ ആത്മീയ ഗോളം മലീമസമായിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞത് അദ്ദേഹം ദൈവത്തിൻ്റെ മാത്രമല്ല മനുഷ്യരുടെയും ദാസനായി ശുശ്രൂഷ ചെയ്യുന്നുവെന്നാണ്. ഈ വചനം ഇന്നുള്ള പലരും കേട്ടിട്ടേയില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് ലാഭേച്ഛയോടെയല്ല, തീഷ്ണതയോടെയും ആധിപത്യം ചുമത്തിക്കൊണ്ടല്ല, സന്മാതൃക നൽകിക്കൊണ്ടും ശുശ്രൂഷിക്കണമെന്നാണ്. ക്രിസ്തുവിൻ്റെ സഭയിൽ വിശ്വാസികളാണ് പ്രധാനം. അവരാണ് ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി. അവരാണ് സഭ. അവരാണ് വളരേണ്ടത്. അവരെ വളർത്തുന്നതാണ് ശുശ്രൂഷ. അതാണ് ശുശ്രൂഷകൻ്റെ ജോലി. അതിനാണ് ശുശ്രൂഷകനെ ആ പദവിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവദാസന്മാരെന്നും ശുശ്രൂഷകരെന്നും അറിയപ്പെടുന്ന ചിലരെങ്കിലും അനേകരും ഇന്ന് ഇത്തരം ദ്രവ്യദാസന്മാരായി ഒരു മുതലാളി വർഗമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ രോഗവും നഷ്ടവും. ഇവരിൽ നിന്നുള്ള, ഇത്തരക്കാരിൽ നിന്നുള്ള ഒരു വിടുതലാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആവശ്യം. സാത്താൻ ആദ്യം കീഴടക്കുന്നത് നേതാക്കന്മാരെയാണ്. സാത്താൻ്റെ ആ ദൗത്യം ഏതാണ്ട് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. പുരോഹിതവർഗം എക്കാലത്തും സാത്താൻ്റെ 1-ാം നമ്പർ നോട്ടപ്പുള്ളികളാണ്. കയ്യഫാവിനും കൂട്ടർക്കും അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. സാത്താൻ പുരോഹിതവർഗത്തെ അന്ധരാക്കി കളയുന്നു. ഇന്നും അതാണ് സംഭവിക്കുന്നത്. അനേക ദൈവദാസന്മാരെ സാത്താൻ അന്ധരാക്കി കളഞ്ഞു. സാത്താൻ അവരുടെ കണ്ണ് പൊട്ടിച്ചു കളഞ്ഞു. അവരുടെ ഭോഷത്തരം ലോകം മുഴുവൻ കാണുന്നു. പക്ഷേ അവർ കാണുന്നില്ല. അതുകൊണ്ട് ശുശ്രൂഷയിലിരിക്കുന്ന ദൈവദാസന്മാർ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിക്കണം. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് എന്ന് മനസ്സിലാക്കണം. ലോകത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നുള്ള ദൈവവചനം എപ്പോഴും നമ്മുടെ കൺമുൻപിലിരിക്കണം. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ഈ ലോക അധിപതികളോടുമാണ് എന്ന് വചനം പറഞ്ഞിരിക്കുന്നത് എത്രയോ ഒത്തുവന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. വചനത്തിൽ വേണ്ടത്ര അറിവില്ലാത്ത നേതാക്കൾക്ക് ജനത്തെ വചനത്തിൽ വളർത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവവചനത്തിൽ വേണ്ടത്ര അറിവില്ലാത്ത നേതാക്കൾക്ക് ജനത്തെ വചനത്തിൽ വളർത്തുവാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ തലയോളം വളരേണ്ടതിന് ആവശ്യമായ ശുശ്രൂഷകൾ സഭകളിൽ വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ
വെറുതെ ഒതുക്കി നിയന്ത്രിച്ച് മേയിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടി മാത്രമാണ് പല സഭകളിലും ഇന്ന് നടക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പരാജയമാണ് എന്ന് ദൈവജനം സഭ മനസ്സിലാക്കണം. വചനത്തിൽ വളരാത്ത വിശ്വാസികൾക്ക് തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നു. സത്യമെന്താണ് എന്നറിയാത്തവർക്ക് അസത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശുശ്രൂഷകരുടെ ഭാഗത്തു നിന്നോ വിശ്വാസികളുടെ ഭാഗത്തു നിന്നോ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനോ തിരുത്തുവാനോ ഉള്ള ആത്മശക്തിയും അറിവും വെളിച്ചവുമുള്ള വിശ്വാസികൾ സഭകളിൽ ഇല്ലാതെ വരുന്നു. സഭകളെല്ലാം ഒരു പ്രത്യേകതരം ആത്മീയ അടിമത്തത്തിലും ഇരുട്ടിൻ്റെ അനുഭവത്തിലും കഴിയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ പ്രകാശം വേണ്ടത്ര അളവിൽ സഭകളിൽ വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു 40% ദൈവദാസന്മാർ ആത്മീയരും വചനം പ്രസംഗിക്കുന്നവരും ദൈവജനത്തെ പരിപാലിക്കുന്നവരുമാണ്. അവർ കർത്താവിനായി അധ്വാനിക്കുന്നവരും പട്ടിണി കിടക്കുന്നവരുമാണ്. അത്തരക്കാരിലൂടെയാണ് സത്യസഭ ഇന്ന് നിലനിന്നു പോകുന്നത്. എന്നാൽ അവരെ അടിച്ചൊതുക്കാനും ചൂഷണം ചെയ്യുവാനും അവഹേളിക്കുവാനും അവരെ കരുതാത്ത ഒരു കൂട്ടം അധികാരവർഗം അവരുടെ മുകളിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവർക്കാണ് മാനസാന്തരമുണ്ടാകേണ്ടത്. അവർ എവിടെ നിന്നോ നുഴഞ്ഞു കയറി വന്നവരും രക്ഷിക്കപ്പെടാത്തവരും സഭയെ തകർക്കുന്നവരുമാണ്. അത്തരം ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെയും വെള്ളയടിച്ച കുഴിമാടങ്ങളെയും സൂക്ഷിച്ച് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിക്കൊള്ളണമെന്ന് കർത്താവ് തന്നെ നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. ഇത്തരം ദ്രവ്യദാസന്മാർ പിടിക്കപ്പെടാതെ രക്ഷപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മോറോൻ വാക്യങ്ങളുണ്ട്. അഭിഷിക്തനെ തുടരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അതൊക്കെ ശരിയാണ്. അങ്ങനെ കിട്ടുന്നതെല്ലാം വാങ്ങി സുഖസമൃദ്ധിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഇത്തരം ദ്രവ്യദാസന്മാർ അവസാനം നരകത്തിൽ ചെന്ന് വീഴും. കാരണം അവർ അന്ധരായിപ്പോയി. അവർ വിചാരിച്ചു ജനം ദൈവവേലയ്ക്ക് കൊടുക്കുന്ന പണമെല്ലാം അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും അങ്ങനെയായിരുന്നില്ല. അധികം കിട്ടുന്നവൻ അത് സ്വകാര്യമായി സ്വത്താക്കുന്നതിന് പകരം കുറവുള്ള മറ്റ് ദൈവദാസന്മാരുമായി അത് പങ്കുവയ്ക്കണമായിരുന്നു. എന്നാൽ പട്ടിണി കിടക്കുന്ന ദൈവദാസന്മാരെ അവർ പുച്ഛത്തോടെയാണ് കാണുന്നത്. ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പണവും ഒരുപോലെയല്ല എന്നുള്ളതാണ്. ബ്ലാക്ക് മണിയുണ്ട്, വൈറ്റ് മണിയുണ്ട്, ഹോളി മണിയുണ്ട്. നിയമവിരുദ്ധമായി അന്യായമായി ഉണ്ടാക്കിയ പണമാണ് ബ്ലാക്ക് മണി. അത്തരം പണം സഭയിൽ വരാനേ പാടില്ല. നിയമപരമായി ജോലി ചെയ്തുണ്ടാക്കുന്നതാണ് വൈറ്റ് മണി. അതുമാത്രമേ സഭയിൽ വരാവൂ. എന്നാൽ ദൈവജനം ദൈവവേലയ്ക്കായി കൊടുക്കുന്ന പണം ഹോളി മണിയാണ്. അത് വിശുദ്ധമാണ്. അത് ചിലവാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഓരോ സഭയ്ക്കും ദൈവദാസനും വ്യക്തമായ നയവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം. അത് സാധാരണ പണം ഉപയോഗിക്കുന്ന ലാഘവത്തോടെ ഉപയോഗിച്ചാൽ അത് അത്തരക്കാർക്ക് അപകടമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. ദൈവവേലയ്ക്കായി കൊടുക്കുന്ന പണം എത്രമാത്രം ബാങ്കുകളിൽ വെറുതെ കിടക്കുന്നു എന്ന് എന്നെ കേൾക്കുന്നവർ തന്നെ ചിന്തിക്കട്ടെ. ചിലർ അത് വകമാറ്റി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വീടുകൾ പണിതു, മറ്റു പലതും ചെയ്തു. അല്ലെങ്കിൽ മക്കളെ വലിയ ഡൊണേഷനൊക്കെ കൊടുത്ത് പഠിക്കുവാൻ വിട്ടു. ഇതെല്ലാം അനീതിയാണ്. അതെല്ലാം ദൈവജനം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്ത പണമാണ് എന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരായ ദൈവവേലക്കാർക്കും അതെല്ലാം പങ്കുവയ്ക്കേണ്ടതായിരുന്നു. അവരുടെയും പ്രയോജനത്തിന് വേണ്ടി അതത് മാസം അത്യാവശ്യത്തിനായി ആഹാരത്തിനും അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും മരുന്നിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ദൈവജനം കൊടുത്തിട്ടുള്ളതാണ്. കൊടുക്കുന്നവർ ഏത് ഉദ്ദേശത്തിനായി കൊടുത്തുവോ
അതേ ഉദ്ദേശത്തിനായി ആ തുക ചിലവിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവസന്നിധിയിൽ മറുപടി പറയേണ്ടി വരും. അതിനാൽ ഇത്തരം പണം കെട്ടിക്കിടക്കുന്നവർ ഉടനെ അത് ദൈവവേലയ്ക്കായി ചിലവാക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അധിക സമയം കിട്ടിയെന്ന് വരികയില്ല. സഖ്യേവൂസിനെ പോലെ എടുത്തതിൻ്റെ 4 ഇരട്ടി മടക്കി കൊടുത്താൽ രക്ഷയിലേക്ക് മടങ്ങി വരാം. ഈ ഒരു ദൂത് എന്നെ കേൾക്കുന്നവർ വളരെ ഗൗരവത്തോടെയും ശ്രദ്ധയോടും കൂടി കേട്ട് തിരുത്തേണ്ടവർ തിരുത്തണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ദശാംശത്തിൽ കൈയിട്ട് വാരിയവർ, ദുരുപയോഗിച്ചവർ, യൂദാസിനെ പോലെ പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിക്കുന്നവർ എല്ലാം ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് ജീവൻ നഷ്ടമാകുന്ന ഒരു ദിവസം അധികം താമസിയാതെ വരും എന്ന് ഓർത്തിരിക്കണം. മറന്നു പോകരുത്. ജീവനുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയിലേക്ക് വീഴുന്നത് ഭയാനകമായിരിക്കും. ഇതുപോലെയുള്ള അഴിമതിയും ഏറ്റക്കുറച്ചിലുകളും എല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് സ്വാധീനമില്ലാത്ത കഴിവ് കുറഞ്ഞ അനേകം ദൈവദാസന്മാരും ഇന്ന് പട്ടിണി കിടക്കുന്നു എന്നുള്ളത് ഹൃദയഭേദകമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് സഭകൾ നിയോഗിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാർക്കും വേലക്കാർക്കും മാന്യമായി ജീവിക്കാൻ ആവശ്യമായ സഹായം നൽകുവാൻ ഓരോ സഭകൾക്കും കഴിയണം. അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും അത്തരക്കാർ പലതരത്തിലും തെറ്റിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് പൊതുസഭയ്ക്ക് ചില സാഹചര്യങ്ങളിലെല്ലാം പേരുദോഷമുണ്ടാകുവാൻ ഇടവന്നിട്ടുള്ളത്. അനേകം ദൈവദാസന്മാർ പട്ടിണി കിടക്കുന്നതിൻ്റെ കാരണം ദൈവജനം പണം കൊടുക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ചിലർ അത് സ്വകാര്യ സ്വത്താക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ വേണ്ട നിയമങ്ങൾ അതത് സഭാപ്രസ്ഥാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. സഭകളുടെ എല്ലാ വരുമാനത്തിനും ചിലവിനും കൃത്യമായ കണക്കുകൾ വേണം. സഭയുടെ മുഴുവൻ വരുമാനവും ശുശ്രൂഷകന്മാർക്കുള്ളതല്ല. അത്തരം പാരമ്പര്യം നിർത്തലാക്കേണ്ടത് ആവശ്യമാണ്. ഓരോ സഭയിലെ ശുശ്രൂഷകനും നിശ്ചിത ശമ്പളം നിശ്ചയിക്കപ്പെടണം. വരവ് ചിലവ് കണക്കുകൾ എല്ലാ മാസവും പരിശോധിക്കപ്പെടണം. മിച്ചമുള്ള വരുമാനം കൃത്യമായി സഭാ ആസ്ഥാനത്തിലേക്ക് നൽകി കുറവുള്ള ശുശ്രൂഷകന്മാർക്ക് നൽകി കുറവുകൾ നികത്തേണ്ടതാണ്. എന്നാൽ ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ നടപ്പിലാക്കുവാൻ നേതാക്കൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാ കാര്യത്തിനും കൃത്യമായ നിയമവും അത് നടപ്പിലാക്കുവാൻ കഴിവും സത്യസന്ധതയുമുള്ള നേതാക്കളും ഇന്നത്തെ എല്ലാ സഭകളുടെയും ഏറ്റവും വലിയ ആവശ്യമാണ്. അല്ല എങ്കിൽ നീതിയും ന്യായവും ദൈവസഭയ്ക്ക് അകത്തുപോലും നടപ്പാകില്ല. നീതി വക്രതയായും വക്രത ന്യായമായും വെളിപ്പെടുന്ന ഗതികേട് നാം ഇനിയും തുടർന്നും അനുഭവിക്കേണ്ടി വരും. ദൈവസഭയ്ക്കുള്ളിൽ അനീതിയും കാപട്യവും സ്വാർത്ഥതയും അഹങ്കാരവും തളം കെട്ടി നിന്നാൽ അത് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിന് തടസ്സമായി തീരും. പരിശുദ്ധാത്മാവ് അത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. ദൈവപ്രവർത്തനങ്ങൾ വെളിപ്പെട്ടു വരികയില്ല. രോഗശാന്തികൾ നടക്കുകയില്ല. അതാണ് ഇന്നത്തെ സഭകളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഉണർവുണ്ടാക്കുവാൻ വേണ്ടി നാം തുള്ളിച്ചാടിയതുകൊണ്ടോ ആത്മീയ അഭിനയങ്ങൾ നടത്തിയതുകൊണ്ടോ ദൈവത്തിന് അത് പ്രസാദമാവുകയില്ല. നമ്മുടെ കുറവുകൾ നമുക്കറിയാം. അത് തിരുത്തുവാൻ നാം സന്നദ്ധരാകണം. അതാണ് ആദ്യം നടക്കേണ്ടത്. അതില്ലാതെ നമ്മുടെ കൂടിവരവുകളിൽ ആവശ്യമില്ലാത്ത ഒച്ചപ്പാടും ആത്മീയ അഭിനയങ്ങളുമെല്ലാം നടക്കുന്നത് വളരെ വളരെ അരോചകമായി തീർന്നിരിക്കുകയാണ്. അവിടെയൊന്നും ദൈവമില്ല. പെന്തക്കോസ്ത് സഭകളുടെ പലതരത്തിലുള്ള പരാജയമാണ് ന്യൂജൻ സഭകൾ വളരുവാനുള്ള കാരണം. പക്ഷേ അവർക്കാകട്ടെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കാണ്. എങ്ങനെയും പണമുണ്ടാക്കുകയും ഏതുപദേശം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെയുമുള്ളത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ.
വള്ളിയില്ലാത്ത പട്ടം പോലെ അവർ പറന്നുയരുകയാണ്. എവിടെ പോയി വീഴുമെന്ന് അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. മിക്കവാറും തീപ്പൊയ്കയിൽ തന്നെ ഇവരെല്ലാം പോയി വീഴും. നമ്മുടെ നേതാക്കൾ ഇങ്ങനെ പരാജയപ്പെടാനും നശിക്കാനുമുള്ള പ്രധാന കാരണം അവർ ദൈവവചനം കൊടുത്ത് ദൈവജനത്തെ ദൈവഹിതപ്രകാരം വളർത്തുന്നില്ല എന്നുള്ളതാണ്. നേതാക്കൾ തെറ്റിപ്പോയാൽ അവരെ തിരുത്തുവാൻ, അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുവാൻ അധികാരവും കഴിവും ആത്മാഭിമാനവുമുള്ളവരായി അവർ വിശ്വാസികളെ വളർത്തിയില്ല, വിശ്വാസികൾ വളരുവാൻ അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അത്തരം പ്രാപ്തിയുള്ള നല്ല വിശ്വാസികളാണ് ഏതൊരു സഭയുടെയും തൂണും ശുശ്രൂഷകന്മാരുടെ സംരക്ഷണവും. എന്നാൽ അധികാരികൾ സ്വന്തം ലാഭത്തിനായി ജനത്തെ ഭയപ്പെടുത്തി ഒതുക്കി അടിമകളാക്കി. അതിൻ്റെ ഫലമായി നേതാക്കൾ എന്തു തെറ്റ് ചെയ്താലും, അവരറിയാതെ തന്നെ അവർ തെറ്റിപ്പോയാലും അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുവാനോ അവരെ തിരുത്തുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് വിശ്വാസികൾ. അങ്ങനെ തെറ്റിൽ കിടന്ന് ശീലിക്കുന്ന നേതാവ് അവസാനം നരകത്തിൽ പോയി കിടക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളെല്ലാവരും അന്യോന്യം പ്രബോധിപ്പിച്ചും പരസ്പരം കീഴടങ്ങിയും ജീവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തിരുത്തുവാനും കഴിയുന്ന സഭാബന്ധങ്ങളിലെ സുരക്ഷിതത്വമുള്ളൂ, ആത്മീയമായ വളർച്ചയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വന്നോണം, കൊടുത്തോണം, കേട്ടോണം, പൊക്കോണം എന്നൊക്കെയുള്ള രീതിയിലുള്ള പാരമ്പര്യ പരിപാടികളൊക്കെ നാം അവസാനിപ്പിക്കണം. എല്ലാവരും സഹോദരങ്ങളായി തമ്മിൽ പ്രബോധിപ്പിച്ച് വളരുന്നില്ല എങ്കിൽ, അത്തരമൊരു സാഹചര്യം സഭകളിൽ ഉളവാകുന്നില്ല എങ്കിൽ അത് എല്ലാവർക്കും അപകടമാണ്. അത്തരം അവസ്ഥ ഉണ്ടാക്കേണ്ടത് നേതാക്കളാണ്, ജനമല്ല. യേശുവിനെ പോലെ താഴ്മയുള്ള നേതാവിനെ ജനത്തിന് പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇതേപ്പറ്റിയൊക്കെ പൗലോസ് അപ്പോസ്തലൻ 2 കൊറിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിൻ്റെ 5-ാം വാക്യം, ക്രിസ്തുവേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും ആണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ പൗലോസ് ജനത്തിൻ്റെ ദാസനായിട്ടാണ് ശുശ്രൂഷിച്ചത്. ക്രിസ്തുവും ശിഷ്യന്മാരുടെ കാല് കഴുകിയതിൻ്റെ അർത്ഥമെന്താണ്? ശുശ്രൂഷിക്കുന്നവനായി വന്നു. ആ ദാസരൂപം ശുശ്രൂഷയിൽ വെളിപ്പെട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. സഭാജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശുശ്രൂഷകൻ ഒരു രാജാവായിട്ടല്ല, അവൻ ഒരു ശുശ്രൂഷകനായിട്ടാണ് ജനങ്ങളുടെ മധ്യേ ആയിരിക്കേണ്ടത്. പൗലോസ് തൻ്റെ ശുശ്രൂഷ അനുഭവത്തെപ്പറ്റി 8-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എത്രയോ ഉദാത്തമായ മാതൃകയാണ്. ഇങ്ങനെയൊക്കെ ജീവിക്കുവാൻ വേണ്ടിയാണ് ശുശ്രൂഷകരും ദൈവജനവും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആട്ടിച്ചു പൊളിച്ച് ജീവിച്ച് ഈ ലോകത്തിൻ്റെ സമൃദ്ധി പ്രാപിച്ചിട്ട് അത് ദൈവം അനുഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞ് സ്വയം വഞ്ചിക്കാനും വഞ്ചിക്കപ്പെടുവാനും വേണ്ടിയല്ല എന്ന് നാം മനസ്സിലാക്കണം. പൗലോസ് വീണ്ടും എഴുതുന്നുണ്ട് 16-ാമത്തെ വാക്യം, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, എല്ലാ പ്രതികൂലങ്ങളിലും ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.
അപ്പോൾ നാം ഈ കാണുന്ന നമ്മുടെ ഈ ലോക സമൃദ്ധിക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നത് എങ്കിൽ, അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് നീ വിചാരിച്ചു എങ്കിൽ നിനക്ക് തെറ്റിപ്പോയിരിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. സ്വർഗത്തിലുള്ള കെട്ടിടം, സ്വർഗത്തിലുള്ള ദൈവം നൽകുന്ന അവകാശങ്ങൾ, അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്. അല്ലാതെ ശുശ്രൂഷയിൽ നിന്നും അനുഗ്രഹങ്ങൾ, പണം ലഭിച്ചിട്ട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും വലിയ വഞ്ചനയാണ്, സ്വയം വഞ്ചിക്കലാണ്, ദുരുപദേശമാണ്. ആ ദുരുപദേശത്തിൽപ്പെട്ട് തകർന്നടിയുന്നവരാണ് ഇന്ന് ദൈവ ശുശ്രൂഷയിലുള്ള മേൽത്തട്ടിലുള്ള 99% ആളുകൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരു പക്ഷേ ക്രിസ്തുവിനെയും പൗലോസ് ജഡപ്രകാരം കണ്ടിരുന്നിരിക്കാം, വാദപ്രതിവാദങ്ങൾ നടത്തിയിരിക്കാം. പക്ഷേ ഇന്ന് പൗലോസ് പറയുന്നു, ഞാൻ ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അത്തരം വിശ്വാസിയാണ് ശുശ്രൂഷകനായി തീരേണ്ടത്. ശുശ്രൂഷകനായി തീരുമ്പോൾ പൗലോസിനെ പോലെ, ക്രിസ്തുവിനെ പോലെ കൂടുതൽ ആയിത്തീരുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ലോകത്തിൻ്റെ നന്മകൾ പ്രാപിച്ച് ലോകത്തിൻ്റെ അടിമയായി തീർന്ന് അധപ്പതിച്ചു പോകുന്ന ഒരു കാഴ്ചയല്ല ശുശ്രൂഷകരിലൂടെ കാണുവാൻ ദൈവത്തിൻ്റെ ജനം ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് ദൈവദാസന്മാർ, ശുശ്രൂഷകർ എന്ന് പറയുന്ന നേതാക്കൾ തിരിച്ചറിയണം. ഒരു നല്ല നേതാവ് എപ്പോഴും മറ്റുള്ളവരെ നല്ല ശിഷ്യനാകാൻ, ഒരു നല്ല നേതാവാകാൻ പരിശീലിപ്പിക്കുന്നവനും അവസരങ്ങൾ കൊടുക്കുന്നവനുമായിരിക്കണം. അല്ലാതെ വെറുതെ നേതാവ് കളിക്കുന്നവൻ നേതാവല്ല, വെറും കള്ളനാണ്. അവൻ സഭയെ നശിപ്പിക്കും, കൊല്ലും, മോഷ്ടിക്കും. അതുകൊണ്ട് ദർശനമുള്ളവരായി ദൈവജനത്തെ പോഷിപ്പിച്ച് വളർത്തുന്ന ആത്മീയരായ നേതാക്കളാണ് ഇന്നത്തെ ആവശ്യം. അത് നടന്നില്ലെങ്കിൽ അവരിൽ നിന്ന് പുറത്തു വരുന്ന യുവാക്കളും ശുശ്രൂഷകരുമെല്ലാം ദർശനമില്ലാത്തവരും നിലവാരമില്ലാത്തവരുമായിരിക്കും. ഇത്തരം ശോചനീയമായ ഒരു അവസ്ഥ ഇന്നത്തെ പ്രസംഗകരുടെയും ശുശ്രൂഷകരുടെയും ശുശ്രൂഷകളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സഭകളുടെ പൊതുനിലവാരം കുറയുന്നതനുസരിച്ച് അവ ഉൽപ്പാദിപ്പിക്കുന്ന ശുശ്രൂഷകരുടെയും പ്രസംഗകരുടെയും നിലവാരവും കുറയും. ഇന്നത്തെ കൺവെൻഷൻ പ്രസംഗകർക്ക് പലർക്കും ക്രിസ്തു കേന്ദ്രീകൃതമായ നല്ല സന്ദേശങ്ങളില്ല, പ്രസംഗത്തിന് ഉള്ളടക്കമില്ല. വെറുതെ കുറച്ച് വാചകമടിയും തമാശും സാമൂഹ്യ വിമർശനങ്ങളും ഒക്കെയായിട്ട് അവർ സമയം കളഞ്ഞ് കിട്ടുന്ന കാശും വാങ്ങി പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഒരു മാറ്റം സഭകളുടെ മുന്നേറ്റത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. സഭകളുടെ ദൈവവചന പഠന രീതികളിലും സ്വഭാവ രൂപീകരണത്തിലും സമൂലമായ ഒരു മാറ്റം ഇന്ന് ആവശ്യമാണ്. ബൈബിൾ കോളേജുകൾ പലതും ലിബറൽ സ്വഭാവമുള്ളവരായി അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പൊതുസമൂഹത്തിൽ നിരന്തരമായ വെല്ലുവിളികൾ ഉയർന്നപ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിനുള്ള ദൈവശാസ്ത്ര അധ്യാപകരിൽ ആരും പ്രതികരിച്ചില്ല എന്നുള്ളത്. അവർക്ക് ക്രിസ്തു വിശ്വാസം ആക്രമിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ വേദന തോന്നുന്നില്ല. കാരണം അവർ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും എന്നേ വ്യതിചലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം അവർ പഠിച്ച തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും ദൈവശാസ്ത്രങ്ങളുമാണ്. ക്രിസ്തു ദൈവമാണോ, ബൈബിൾ ദൈവവചനമാണോ എന്നൊക്കെ സംശയിക്കുന്നവരാണ് അവരിൽ ഭൂരിഭാഗവും.
ഈ ഒരു യാഥാർത്ഥ്യം വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദയനീയമായ അവസ്ഥ. അങ്ങനെ ഇന്നത്തെ പെന്തക്കോസ്ത് ബൈബിൾ കോളേജുകൾ പോലും സത്യവിശ്വാസത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ വ്യതിചലിച്ചു പോയിരിക്കുന്നു എന്ന് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അതിനാൽ എല്ലാ പെന്തക്കോസ്ത് സഭകളും ചേർന്ന് ഒരു പുതിയ പാഠ്യപദ്ധതിയും ഒരു അക്രഡിറ്റേഷൻ അതോറിറ്റിയും ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആവശ്യമില്ലാത്ത സിലബസുകളും വിഷയങ്ങളുമെല്ലാം മാറ്റി ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി പഠിതാക്കളെ പ്രായോഗിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഇന്ന് നിരീശ്വരന്മാരും മുസ്ലിങ്ങളും സമൂഹമധ്യേ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക്, ക്രൈസ്തവ വിമർശനങ്ങൾക്ക് മറുപടി പറയുവാൻ എന്തുകൊണ്ട് നമ്മുടെ നേതാക്കൾക്കും ബൈബിൾ കോളേജിലെ പണ്ഡിതർക്കും ചുമ്മാഡോകൾക്കും കഴിയുന്നില്ല? അത് തങ്ങളുടെ ഗുരുതരമായ പരാജയമാണ് എന്ന് ഏറ്റെടുക്കുവാൻ അവർക്ക് സാധിക്കണം, മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കണം. എന്നാണ് ഇവരിതൊക്കെ മനസ്സിലാക്കി ഇവരുടെ ജീവിത രീതികളിൽ, പഠന രീതികളിൽ, പ്രബോധന രീതികളിൽ ഒരു മാറ്റം വരുത്തുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ദൈവജനം ചെയ്യുന്നത്. വാസ്തവത്തിൽ ക്രിസ്തുവാണെങ്കിൽ ഇവരെയൊക്കെ മന്ദബുദ്ധികളെ എന്ന് തന്നെ വിളിക്കും, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ കാലോചിതമായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ സിലബസും പുസ്തകങ്ങളും എല്ലാം നവീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ സഭകളും ഒത്തുചേർന്നാൽ കൂടുതൽ നന്നായിട്ട് അതൊക്കെ ചെയ്യുവാൻ കഴിയും. എന്നാൽ നേതാക്കന്മാരുടെ സഹകരണക്കുറവും സ്വാർത്ഥതയും ഇതിനെല്ലാം തടസ്സമാണ്, സഭകളുടെ മുന്നേറ്റത്തിന് തടസ്സമാണ്. എല്ലാ സൺഡേ സ്കൂൾ പുസ്തകങ്ങളുടെയും അവസാന ഭാഗത്ത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ഉള്ളടക്കം ഒരു 3-4 പേജുകളിൽ കവിയാതെ ചേർക്കുന്നതും നല്ലതാണ്. അത് എല്ലാ വിശ്വാസികൾക്കും പ്രിൻ്റ് ചെയ്ത് അവരുടെ ബൈബിളുകളിൽ സൂക്ഷിക്കുവാനുള്ള ക്രമീകരണവും ചെയ്യണം. കാരണം അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ നേതാക്കൾക്കും അറിയില്ല, ശുശ്രൂഷകന്മാർക്കും അറിയില്ല, വിശ്വാസികൾക്കും അറിയില്ല. ആകപ്പാടെ അവർ സഭായോഗത്തിന് വരും, കുറച്ച് പാട്ടും പാടി സ്തോത്രകാഴ്ചയും കൊടുത്ത് ദശാംശവും കൊടുത്ത് ആരോ പറഞ്ഞു കേട്ട കുറച്ച് അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പരദേശിയുടെ മോക്ഷയാത്ര പോലെ അവരിങ്ങനെ തുടരുകയാണ്. ഇതെല്ലാം വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ആകേണ്ടതിൻ്റെ 1% പോലും, നമുക്ക് വളരുവാനുള്ള സാധ്യതയുടെ 1% പോലും വളരുവാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമാണ് എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് വളരുവാൻ കഴിയാതെ വരും. നമ്മുടെ എല്ലാ ഉപദേശങ്ങൾക്കും ജീവിത ശൈലികൾക്കും പുതിയ നിയമത്തിൽ കൊടുക്കുന്ന അതേ ഊന്നലുകളെ നമ്മൾ കൊടുക്കാവൂ. വചനത്തിൽ, പുതിയ നിയമത്തിൽ, പുതിയ നിയമസഭ പിന്തുടരേണ്ട ഉപദേശങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രമേ നാം ചെയ്യാവൂ. വചനം പറയുന്നതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് സഭയുടെ സ്വസ്ഥമായ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ സഭകളിലുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അങ്ങനെയുണ്ടെങ്കിൽ അവ മാറ്റിക്കളയേണ്ട ഉത്തരവാദിത്വവും വിശ്വാസികൾക്കല്ല, അത് നേതാക്കന്മാർക്ക് തന്നെയാണ്. പുതിയ നിയമത്തിൽ ദൈവവേലയ്ക്കായി ഒരു വ്യക്തിക്ക് 10% 20, 30, 90 എത്ര ശതമാനം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ദശാംശം എന്ന് പറയുന്നത് 10%. അത് പഴയ നിയമത്തിൻ്റെ ഒരു രീതിയാണ്. പുതിയ നിയമത്തിൽ ആ ഒരു രീതിയല്ല, അത് ഊന്നി പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത്തരം പഴയ നിയമ സിദ്ധാന്തങ്ങൾ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നതും സഭയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമാണ്. പുതിയ നിയമത്തിൽ അത്തരം ദശാംശ സിദ്ധാന്തങ്ങളില്ല, പരിച്ഛേദനയില്ല, ശാബത്തില്ല. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് പല രീതിയിലും സഭകളിൽ പരാജയമുണ്ടാകുന്നുണ്ട്, വളർച്ചയ്ക്ക് അത് തടസ്സമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ തിരിച്ചറിയണം. അതുപോലെ തന്നെ അന്യഭാഷ എന്ന ആത്മാവിൻ്റെ വലിയ ഒരു കൃപാവരത്തെ തുച്ഛീകരിച്ച് തങ്ങൾ ആത്മീയരാണ് എന്ന് അഭിനയിച്ച് കാണിക്കുവാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയത്
സഭകളിൽ സാത്താന് പ്രവർത്തിക്കാനുള്ള വലിയൊരു വേദിയൊരുക്കലായിരുന്നു. അത് ജനം തിരിച്ചറിയണം, നേതാക്കന്മാർ തിരിച്ചറിയണം. ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്തവർ, രക്ഷിക്കപ്പെടാത്തവരും പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സാധാരണ ജനത്തിൻ്റെ മുമ്പിൽ വലിയ ആത്മീയരാണെന്ന് അഭിനയിക്കുവാനുള്ള ഒരു സാധ്യത തെറ്റായിട്ടുള്ള അനുകരണ അന്യഭാഷയിലൂടെ സഭയ്ക്കകത്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ആത്മീയ വർധനവിനായി അന്യഭാഷ പറയട്ടെ, അങ്ങനെ പറഞ്ഞ് ആത്മീയമായി വർദ്ധിക്കട്ടെ. അങ്ങനെ ആത്മീയമായി വർദ്ധിച്ച് പരിപൂർണരായ വ്യക്തി സഭയിൽ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തട്ടെ. അതിനൊക്കെയല്ലയോ സഭ. പക്ഷേ അത് സംഭവിക്കാതെ സഭയിൽ വന്ന് വചനവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വാസ്തവത്തിൽ സഭയെ നശിപ്പിക്കുവാനേ ഉപയോഗപ്പെട്ടുള്ളൂ എന്ന് ഈ കാലഘട്ടത്തിലെങ്കിലും വളരെ താമസിച്ചാണെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ജഡസംബന്ധിയായ ദേഹി ആത്മമണ്ഡലത്തെ കീഴടക്കിയതാണ് ഈ പരാജയത്തിന് കാരണം. ആത്മധൈര്യമുള്ളവരും സത്യസന്ധരുമായവർ ഇതിനെ തിരുത്തിയാൽ സഭകൾ ആത്മീയമായി വളരും. അല്ലെങ്കിൽ ആത്മീയ അടിമത്തത്തിൽ അട്ടിമറിക്കപ്പെട്ട ഒരു ആത്മീയ പ്രസ്ഥാനമായി പെന്തക്കോസ്ത് തുടരും. സാധ്യതയുടെ 10% പോലും വിജയിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ പരാജയപ്പെട്ടത് മഹത്തായ ഒരു ആത്മീയ മുന്നേറ്റത്തിന് ഏറ്റ കടുത്ത മുറിവുകളായിരുന്നു. ആ മുറിവുകളെ കരിക്കുവാൻ നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല. അത് മുറിവുകളായി ഇന്നും അവശേഷിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം ഇത്തരണത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, സത്യത്തിൽ സഭകളിൽ താലന്ത് പരിശോധനയും താലന്ത് മത്സരവുമല്ല നടക്കേണ്ടത്, ശുശ്രൂഷ പരിശീലനമാണ്. ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ഓരോ വ്യക്തിയെയും പരിശീലിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതിന് പ്രയോജനമില്ലാത്ത ചെണ്ടയടി, ചെണ്ടകൊട്ട് മത്സരങ്ങളൊന്നും അത്ര പ്രസക്തമായി നമ്മൾ എടുക്കുവാൻ പാടില്ല. ശുശ്രൂഷയ്ക്കായി ഓരോ വിശ്വാസിയും ഒരുക്കപ്പെടുന്ന അവസ്ഥ എല്ലാ സഭകളിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് യുവാക്കൾക്ക്, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ വളരുവാൻ താലന്തുകൾ ഉള്ളവർ, നന്നായിട്ട് സംസാരിക്കുവാനും പാടുവാനും അറിവുമൊക്കെയുള്ള ആളുകൾ പല പ്രായക്കാരായിട്ടുള്ളവർ സഭകളിൽ കാണും. അവർക്കൊക്കെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് അവസാന അരമണിക്കൂർ കൊടുക്കണം. ഒരാൾ ഒരു പാട്ട്, ഒരാൾ ഒരു ബൈബിൾ റീഡിംഗ്, ഒരാൾ ഒരു ബൈബിൾ സ്റ്റോറി, ഒരാൾ ഒരു ബൈബിൾ മെസ്സേജ്. ഒരു 3-4 മിനിറ്റ് വെച്ച് മതി. ഒരു 4-5 പേർക്ക് ഒരു ദിവസം അവസരം കൊടുക്കുക. മാക്സിമം അരമണിക്കൂർ പോരെ. അതൊരു അനുഗ്രഹമായി തീരും. ആരാധനയിൽ വൈവിധ്യവും കൂടുതൽ പ്രയോജനവുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും വളരെ കഴിവുള്ളവരുമൊക്കെ, ആശയങ്ങളുള്ളവർ. അവരൊക്കെ പ്രസംഗിക്കുന്നതും സന്ദേശങ്ങൾ തരുന്നതൊക്കെ ഒന്ന് കേട്ട് ഒന്ന് വളരുവാനായിട്ട് ശ്രമിക്കുക. ആനുകാലിക വിഷയങ്ങളും വെല്ലുവിളികളുമൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ 5 മിനിറ്റിൽ അവതരിപ്പിക്കുന്ന ദൈവജനത്തിന് അറിവുകൾ നൽകും. അങ്ങനെയൊക്കെയാണ് സഭയെ പരിപാലിച്ചു വളർത്തേണ്ടത്. അങ്ങനെയൊക്കെയാണ് പക്വതയുള്ള ഒരു പുതുതലമുറ വളർന്നു വന്ന് സഭയെ നയിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ നമ്മുടെ സഭകൾക്ക് ഭാവിയുള്ളൂ. അത് സാധ്യമാക്കുക എന്നുള്ളതാണ് സീനിയർ ശുശ്രൂഷകരുടെയും നേതാക്കളുടെയും ഒക്കെ ദൗത്യം. ഇതൊന്നും മനസ്സിലാക്കാതെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരവരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി, അവരവരുടെ പദവികൾക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയൊക്കെ ഓട്ടമോടുന്ന വളരെ മാന്യതയില്ലാത്ത ജഡികമായ ഒരു അവസ്ഥ സഭകളിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കളയണം. അതുപോലെ സഭകളിലുള്ള കേസുകൾ അതെല്ലാം പിൻവലിക്കണം. 1 കൊറിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെല്ലാം സഭയ്ക്കൊരു ഭാരമാണ്. സഭയ്ക്കുള്ളിൽ തന്നെ തീർക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുവാൻ സഭയ്ക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് സഭയ്ക്കൊരു ഭാരമാണ്. ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അവസാനം അത്തരം വ്യക്തികൾ നരകത്തിൽ ചെന്ന് ചാടുവാനേ ഇതെല്ലാം ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി
ഇതെല്ലാം പരിഹരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. അതുമാത്രവുമല്ല, എല്ലാ അധികാരസ്ഥാനവും പദവികളും 2 അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ ഒരാൾ അനുഭവിക്കുവാൻ പാടില്ല. അയാളെ ആരെങ്കിലും നിർബന്ധിച്ചാലും അയാൾ അവിടെ ഇരിക്കുവാൻ പാടില്ല. 2ാമതൊരു ടേമിലേക്ക് ഇരിക്കരുത്, നിർബന്ധിച്ചാലും ഇരിക്കരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയും മാന്യതയും എല്ലാ നേതാക്കളും കാണിക്കണം. കാരണം വളരുന്ന ഒരു പ്രസ്ഥാനത്തിനും അത് ശരിയല്ല. നേതാക്കൾ മാറി മാറി വരുമ്പോൾ നവീകരണം കൂടും, അഴിമതി കുറയും, എല്ലാത്തിനും വേഗത കൂടും, പ്രസ്ഥാനങ്ങൾ വളരും. പുതിയ അധികാരികൾക്ക് ആരെയും ആശ്രയിക്കാതെ ധൈര്യപൂർവ്വം നല്ല നല്ല ആശയങ്ങൾ നടപ്പിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഇത്തിൽ കണ്ണികളെ പറിച്ച് ദൂരെ എറിഞ്ഞു കളയുവാൻ സഭാമക്കൾക്ക് സാധിക്കണം. അങ്ങനെ സഭകൾ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് വളരുവാൻ കഴിയുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായില്ലെങ്കിൽ സഭകൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും ജീവനും സ്നേഹവും ഒന്നും വേണ്ടത്ര അനുഭവിക്കുവാൻ സഭകൾക്ക് കഴിയുകയില്ല, വിശ്വാസികൾക്ക് കഴിയുകയില്ല. അതിനുള്ള വേദിയായി തീരുവാൻ സഭകൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ട് അതൊരു ചർച്ചാ വിഷയമാക്കി ജീവിതത്തിൽ അത് നടപ്പിലാക്കുവാൻ, സഭാമണ്ഡലങ്ങളിൽ അത് നടപ്പിലാക്കുവാൻ വിശ്വാസികൾക്കും നേതാക്കൾക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും.